ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിന് 6 വയസ്സ്. ആകാശത്തെ കാർമേഘങ്ങളെക്കാൾ ഇരുണ്ടതാണെന്ന് ഇപ്പോൾ ചാലക്കുടിക്കാരുടെ മനസ്സ്. 6 വർഷം മുൻപുള്ള പ്രളയത്തിന്റെ ഭീകരദിനങ്ങൾ ഇക്കുറിയും ചാലക്കുടിയുടെ ഉറക്കം കെടുത്തി. ജലനിരപ്പ് 10.50 മീറ്ററായി ഉയർന്ന അന്ന് ആഗസ്റ്റ് 16-ന് പുഴ പലയിടത്തും ഗതിമാറി ഒഴുകി. റോഡുകളും തോടുകളും അരുവികളായി. പ്രളയത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമായിരുന്ന പുതിയ തലമുറ അന്തം വിട്ടുനിന്നു. പരിശീലനങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും നിരവധി യുവാക്കൾ രക്ഷാദൗത്യം സ്വയം ഏറ്റെടുത്തപ്പോൾ തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ടത് നൂറുകണക്കിന് ആളുകൾക്കാണ്. നൂറ്റാണ്ടിലെ പ്രളയം പക്ഷേ 5 ജീവനുകളെ കവർന്നു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ പഴയ വീട് തകർന്ന് മാർക്കറ്റിലെ വ്യാപാരിയും അമ്മയും, അതിരപ്പള്ളിയിലെ പണ്ടാരംപാറയിലെ ഉരുൾപൊട്ടലിൽ വൃദ്ധയും മരിച്ചത് പ്രളയദുരിതത്തിലെ കറുത്ത ഏടുകളായി. മുരിങ്ങൂർ അടിപ്പാതയിലെ വെള്ളക്കെട്ടിൽ ബസ് ജീവനക്കാരൻ്റെ മരണവും നാടിനെ നടുക്കി. കിഴക്കൻ മലകളിലെ 40ഓളം ഉരുൾപൊട്ടലും അനേകം വീടുകളുടെ തകർച്ചയും സർക്കാർ കണക്കുകളിൽ സ്ഥാനം പിടിച്ചു. വെറ്റിലപ്പാറ പാലത്തിന്റെ ഭാഗിക തകർച്ച, വെട്ടുകടവ് പാലത്തിനു മുകളിലൂടെ തടികളുടെ ഒഴുകിപ്പോകൽ, ഇവയെല്ലാം നാട്ടുകാർ കണ്ടും കേട്ടും തരിച്ചു നിന്നു. വലിയ നാശം അന്ന് ജലസംഭരണികൾക്ക് നേരിട്ടു. നൂറുകണക്കിന് കന്നുകാലികൾ ചത്തതും അനേകം റോഡുകൾ തകർന്നതും നാടിനുണ്ടാക്കിയ നഷ്ടം കനത്തതായി. ഇതിനു മുൻപുണ്ടായ 1964-ലെ പ്രളയത്തിൽ സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകൾ എന്തെന്ന് കൃത്യമായി ഓർമ്മിക്കാനുള്ള ആളുകളൊന്നും ഇന്നില്ല. എങ്കിലും ഒന്നറിയാം, ഒക്ടോബർ 17-നായിരുന്നു നഗരത്തെയും ഗ്രാമങ്ങളെയും മുക്കിയ ആ നൂറ്റാണ്ടിലെ 2ാം പ്രളയം. വയനാട് ദുരന്തവും തുടർന്ന് അടിക്കടി പുറത്തുവരുന്ന മഴ മുന്നറിയിപ്പും നാടിൻ്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.